നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 245 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാവരും നോക്കിക്കേ. എന്താണ് മക്കളെ 245 ക്വസ്റ്റ്യൻ വരുന്നത്? എന്താണ് 245 ക്വസ്റ്റ്യൻ വരുന്നത്? ABC മാനുഫാക്ചേഴ്സ് പ്രൊഡക്റ്റ് എക്സ് ഇൻ എ സിംഗിൾ പ്രോസസ്സിലാണ് ഉണ്ടാക്കുന്നത്. നോർമൽ ലോസ് എത്രയാണ് വരുന്നത്? പ്രോസസ്സിൽ 10% ഓഫ് ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ടിന്റെ 10% എന്ത് നോർമൽ ലോസ് വരുന്നത്. ഇൻപുട്ട് ടു ദ പ്രോസസ് ഇൻ ദ മന്ത് വാസ് 13,200 യൂണിറ്റ്സ്. എത്രയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? 13,200 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വാട്ട് വാസ് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്? നമുക്ക് എന്താ കാണേണ്ടത്? എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ആണ് നമുക്ക് കാണേണ്ടത്, അല്ലെ? എങ്ങനെയാണ് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കുക? മക്കളെ, ഇൻപുട്ട് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇൻപുട്ട് ഈക്വൽ ടു, എങ്ങനെയാ ഇൻപുട്ട് കാണുക? ഔട്ട്പുട്ടിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിന്റെ കൂടെ നോർമൽ ലോസ് ആഡ് ചെയ്യുന്നതല്ലേ എന്ത് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടിന്റെ കൂടെ നോർമൽ ലോസും കൂടെ ആഡ് ചെയ്ത ഫിഗർ ആയിരിക്കില്ലേ എന്ത് എന്ന് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 13,200 യൂണിറ്റ്സ് ആണ് ഈക്വൽ ടു. ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഔട്ട്പുട്ട് തരാത്തത് കൊണ്ട് സാർ ഔട്ട്പുട്ടിനെ O എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. നിങ്ങൾക്ക് എക്സ് എന്ത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. O എന്ന് അസ്യൂം ചെയ്തു. പ്ലസ് നോർമൽ ലോസ് എത്രയാണ്? ഔട്ട്പുട്ടിന്റെ 10% ആണ്, അല്ലെ? ഔട്ട്പുട്ടിന്റെ 10%, അതായത് 10% ഇൻറ്റു ഔട്ട്പുട്ട് നമ്മൾ എന്താക്കി എടുത്തു? O. അതിന് സാർ എങ്ങനെ എഴുതട്ടെ? 10% നമുക്ക് 0.110 എന്ന് എഴുതാം. O 0.10 O. അങ്ങനെയെങ്കിൽ മക്കളെ O പ്ലസ് 0.10 O ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? എന്തായിരിക്കും ആൻസർ കിട്ടുക? 1.10 O ആയിരിക്കും, അല്ലെ? എടാ, നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്, ഒരു ആപ്പിൾ. ഓക്കെ, പിന്നെ നിങ്ങളുടെ കയ്യിൽ 0.1 ആപ്പിളും ഉണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1.1 ആപ്പിൾ കിട്ടും, അല്ലെ? റൈറ്റ്. അത്രേ ഉള്ളൂ ഈ കോൺസെപ്റ്റ്. അപ്പൊ ഒരു O പ്ലസ് 0.1 O എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1.1 O കിട്ടും. അങ്ങനെയെങ്കിൽ മക്കളെ ഔട്ട്പുട്ട് കണ്ടൂടെ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 13,200. മക്കളെ ഇവിടെ 1.1 ഇൻറ്റുള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി മാറും? ഡിവിഷൻ ആയി മാറും, 1.10. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എത്രയായിരിക്കും ഔട്ട്പുട്ട് കിട്ടിയത് ചെയ്താല്? 12,000 യൂണിറ്റ്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്. ആൻസർ ഇല്ലേ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം, അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. എ കമ്പനി യൂസസ് പ്രോസസ് കോസ്റ്റിംഗ് ആണ് കമ്പനി എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് വാസ് റെക്കോർഡഡ് ഫോർ ദ പീരീഡ്. ഈ പീരീഡിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് എത്രയാ മക്കളെ? 1,750 യൂണിറ്റ്സ് ആണ്. നോർമൽ ലോസോ? 5% ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിന്റെ 5%. അബ്നോർമൽ ലോസ് നമുക്ക് തന്നിട്ടുണ്ട്, 150 യൂണിറ്റ്സ് ആണ്. ഹൗ മെനി യൂണിറ്റ്സ് വേർ ഇൻപുട്ട് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ പ്രോസസ്? അതായത് പ്രോസസ്സിന്റെ സ്റ്റാർട്ടില് എത്ര യൂണിറ്റ്സ് ആണ് ഇൻപുട്ട് ഉണ്ടായിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും മക്കളെ ഇക്വേഷൻ സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? ഇക്വേഷൻ എങ്ങനെയാ? ഇക്വേഷൻ ഒന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാ നമ്മള് ഇക്വേഷൻ കണ്ടിരുന്നത്? ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് മൈനസ് ചെയ്ത് അതിൽ നിന്ന് ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ കിട്ടുക, അല്ലെ? ലോസ് ഓർ ഗെയിൻ കിട്ടുക. അങ്ങനെയെങ്കിൽ മക്കളെ ഇൻപുട്ട് ആണ് ഇവിടെ കാണേണ്ടത്. അത് നമുക്ക് അറിയാത്ത ഫിഗർ ആയതുകൊണ്ട് സാർ ഇൻപുട്ട് എന്ന് തന്നെ എടുത്ത് മൈനസ്. നോർമൽ ലോസ് എത്രയാണ്? 5% ഓഫ് ഇൻപുട്ട് ആണ്. അപ്പൊ നമുക്ക് അറിയില്ലല്ലേ? അപ്പൊ സാർ അതിനെ 5% ഓഫ് ഇൻപുട്ട് എന്ന് തന്നെ പറഞ്ഞു എഴുതി. മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 1750. ഇനി നമുക്ക് എന്താ? അബ്നോർമൽ ലോസ് ആണോ ഗെയിൻ ആണോ? ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ലോസ് ആണ്. ലോസ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കാണിക്കുക? പ്ലസ് ഫിഗർ. അബ്നോർമൽ ഗെയിൻ ആയിരുന്നെങ്കിൽ നെഗറ്റീവ് ഫിഗർ ആയി നമ്മൾ കാണിക്കായിരുന്നു. മുന്നൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തു, അല്ലെ? അപ്പൊ അബ്നോർമൽ ലോസ് ആണ്, അതിനെ പോസിറ്റീവ് ആയെന്ന് സാറെ കാണിച്ചു. ഓക്കെ, ഇൻപുട്ട് മൈനസ് 5% ഇൻപുട്ട് ഈക്വൽ ടു 150ന്റെ മക്കളെ ഇവിടുന്ന് 1,750 നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ഈ നെഗറ്റീവ് 1,750 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്തായി മാറും? പോസിറ്റീവ് 750 ആവില്ലേ? പ്ലസ് 1,750 ആവും, അല്ലെ? അപ്പൊ നമുക്ക് ഈ ഫിഗർ കിട്ടി. എത്രയാണ്? 1,900 ആണ്. അപ്പൊ നമുക്ക് ഇൻപുട്ട് മൈനസ് 5% ഓഫ് ഇൻപുട്ട്, അതായത് നോർമൽ ലോസും മൈനസ് ചെയ്ത ഫിഗർ ആണ് നമുക്ക് എത്ര കിട്ടിയത്? 1,900 കിട്ടിയത്. ഓക്കെ, ഇവിടെ നമ്മൾ മക്കളെ അസ്യൂം ചെയ്യും ഇൻപുട്ട് എത്ര പെർസെന്റേജ് ആണ്? അസ്യൂം ചെയ്യും 100% ആണ്. അതിൽ നിന്ന് മക്കളെ 5% ഇൻപുട്ട് പോയി കഴിഞ്ഞാൽ, അതായത്
ഈ ഇൻപുട്ട് എത്ര പെർസെന്റേജ് ആണ്? 100% ആണ്. അതിൽ നിന്ന് മക്കളെ 5% ഇൻപുട്ട് പോയി കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ഇൻപുട്ട് ആയി ഉണ്ടാവുക നമ്മുടെ കയ്യില്? 95% ഇൻപുട്ട് അല്ലേ? യെസ്, ഈക്വൽ ടു എന്ത് കിട്ടും ഇടാ? 1900 കിട്ടും അല്ലെ? ഇവിടെ നിന്ന് ഇൻപുട്ട് കാണുക എങ്ങനെയാ മക്കളെ? നിങ്ങൾ ഇൻപുട്ട് എങ്ങനെയാ കാണുക? 1900 ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യും? 0.95 ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? 95% ചെയ്യുമ്പോൾ 2000 യൂണിറ്റ്സ് ആൻസർ കിട്ടും. ഓക്കെ ആണോ? നമ്മളിവിടെ 2000 എന്ന് എഴുതി കൊടുക്കും. ഇതായിരിക്കും ആൻസർ. ടഫ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, ഒന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ? അടുത്തത് ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്തു നോക്കാം അല്ലെ? എന്താണ് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ജോളി റോഗർ ഓപ്പറേറ്റ് എ പ്രോസസ് that produces joint product JR. രണ്ട് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, ജെയും ആറും ആണ്. The joint cost apportion to each product are 56 per unit. നമ്മൾ joint cost apportion ചെയ്യുന്നത് ഒരു യൂണിറ്റിന് 56 വെച്ചിട്ടാണ്. പ്രൊഡക്റ്റ് ജെ ക്യാൻ ബി സോൾഡ് അറ്റ് ദ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഫോർ $15. അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ജെ എത്രയ്ക്ക് വിൽക്കാൻ പറ്റും? $15 വിൽക്കാൻ പറ്റും സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ. ഓർ നമുക്ക് ഇതിന് ഈ ജെനെ ഫർദർ പ്രോസസ്, സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് കഴിഞ്ഞ് ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? പ്രൊഡക്റ്റ് ജെ ആയി മാറും. അത്രയുള്ള മക്കളെ, ജെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ. സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എന്തായി മാറി? ജെ ആയി മാറി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്രയിന് വിൽക്കാം? $66 വിൽക്കാം. പഴയ ജെ ആണെങ്കിലോ എത്രയേ ഒരു യൂണിറ്റിന് കിട്ടുള്ളൂ? 15 കിട്ടുള്ളൂ. ദ ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് ഫർദർ പ്രോസസിംഗിനായി നിങ്ങൾക്ക് വരുന്ന ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $8 ആണ്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൊഡക്റ്റ് ജെനെ കുറിച്ച് ട്രൂ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് നോക്കിയാലോ ഏതാണ് പ്രൊഡക്റ്റ് ജെനെ കുറിച്ച് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് സാറ് ഒരു കാൽക്കുലേഷൻ ഇവിടെ ചെയ്യാണ്. എടാ ഒന്ന് നോക്കിക്കേ മക്കളെ, നമ്മള് പ്രൊഡക്റ്റ് ജെ ഫർദർ ആയി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയ്ക്ക് വിൽക്കാം? 66 വിൽക്കാം. ഫർദർ ആയിട്ട് പ്രോസസ് ചെയ്യാതെ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ എത്രയിനാ വിൽക്കാൻ പറ്റുക? 50 അല്ലെ? അപ്പൊ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻക്രിമെന്റൽ സെയിൽ വാല്യൂ എത്രയാണ്? ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ എന്താ? കൂടുന്ന സെയിൽ വാല്യൂ എത്രയാണ്? $16 ആണ് അല്ലെ? ഇൻക്രിമെന്റ് ചെയ്യുന്ന സെയിൽ വാല്യൂ എത്രയാണ്? $16 ആണ്. അപ്പൊ മക്കളെ, അതിൽ നിന്ന് നമുക്ക് ഫർദർ പ്രോസസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട്? 8 കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? $8 അല്ലേ? $8 അല്ലേ? വിച്ച് ഇസ് ഗുഡ്. അപ്പൊ മക്കളെ നോക്കിക്കേ, മക്കളെ ഒന്ന് ശ്രദ്ധിക്കേ ഇവിടെ. മക്കളെ, നിങ്ങൾ ജെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്നത് $50 ആണ്. പക്ഷെ നിങ്ങൾ അത് ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ 66 കിട്ടും. മാത്രമല്ല അതിന്റെ കൂടെ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഗെയിൻ എത്രയും കിട്ടും? $8 കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് എന്താ ചെയ്യുക? ഫർദർ പ്രോസസ് ചെയ്തിട്ടല്ലേ വിൽക്കുള്ളൂ അല്ലേ? ഫർദർ പ്രോസസ് ചെയ്താൽ എന്ത് കിട്ടും? അഡീഷണലി $8 എന്ത് കിട്ടും? ഗെയിൻ കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഫർദർ പ്രോസസ് ചെയ്തിട്ടല്ലേ എന്തായുള്ളൂ വിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഷുഡ് ബി ഡിസ്കണ്ടിന്യൂഡ് ബിക്കോസ് ഇറ്റ് മേക്സ് ലോസ് അറ്റ് എ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. അങ്ങനെ ഒരു പോയിന്റ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ ലോസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നില്ല. ഇറ്റ് ഷുഡ് ബി ട്രൂ ഏതാണെന്ന് ചോദിച്ചത്. ഇറ്റ് ഷുഡ് ബി ഡിസ്കണ്ടിന്യൂഡ് ബിക്കോസ് ഇറ്റ് മേക്സ് ലോസ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ് അല്ലെ? ആഫ്റ്റർ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആണോ തരുന്നത്? അല്ല, നെറ്റ് ഗെയിൻ ആണ് $8. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇറ്റ് ഷുഡ് ബി ഫർദർ പ്രോസസ്ഡ് ബിക്കോസ് ആൻഡ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഈസ് ഏൺഡ്. ശരിയല്ലേ? നമുക്കൊരു ഇൻക്രിമെന്റൽ അധികമായിട്ട് $8 ഏൺ ചെയ്യാൻ പറ്റുന്നില്ലേ? അതുകൊണ്ട് പ്രൊഡക്റ്റ് ജെ എന്ത് ചെയ്തിരിക്കണം? ഫർദർ പ്രോസസ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? 248 ഒന്ന് നോക്കിയാലോ അല്ലെ? 248 എന്താണ് പറയുന്നത് നോക്കാം അല്ലെ? Two products W and X are created from a joint process. മക്കളെ, ഒരൊറ്റ പ്രോസസ്സിലാണ് W ഉം X ഉം ഉണ്ടാക്കുന്നത്. ബോത്ത് പ്രൊഡക്റ്റ് ക്യാൻ ബി സോൾഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും W ഉം X ഉം സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ ചെയ്യാൻ പറ്റും. ഫോളോയിങ് ഇൻഫർമേഷൻ നമുക്ക് ലാസ്റ്റ് പീരീഡിലത്തത് തന്നിട്ടുണ്ട്. ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് എത്രയാണ് മക്കളെ? 776,200 ആണ്. പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് WX, അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ സെയിൽ യൂണിറ്റ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചത്?
യൂസിങ് സെയിൽ വാല്യൂ മെത്തേഡ് നമ്മൾ ജോയിന്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാനായി 3 മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫിസിക്കൽ വാല്യൂ മെത്തേഡ്, സെയിൽ വാല്യൂ മെത്തേഡ്, NRV മെത്തേഡ്. അതിൽ സെയിൽ വാല്യൂ മെത്തേഡ് ഉപയോഗിച്ച് ഈ ജോയിന്റ് പ്രൊഡക്ഷൻ കോസ്റ്റിന് എന്ത് ചെയ്യണം? അപ്പോർഷനിങ് ചെയ്യണം. വാട്ട് വാസ് ദ വാല്യൂ ഓഫ് ദ ക്ലോസിംഗ് ഇൻവെന്ററി ഓഫ് പ്രൊഡക്റ്റ് എക്സ് ഫോർ ദ ലാസ്റ്റ് പീരീഡ്? പ്രൊഡക്റ്റ് എക്സിന്റെ എന്താണ് ചോദിച്ചത്? ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്താലോ മക്കളെ? ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ അന്ന് ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ജോയിന്റ് പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ ആദ്യം കാണും അല്ലെ. ജോയിന്റ് പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് കോസ്റ്റ് കാണാൻ ഇക്വേഷന് സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാ ഇക്വേഷന്? കോമൺ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താ നമ്മൾ പഠിച്ചത്? ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ കാണും അല്ലെ. പ്രൊഡക്റ്റ് സെയിൽ വാല്യൂ, ഇതല്ലേ നമ്മൾ ഇക്വേഷൻ പഠിച്ചത് ക്ലാസ്സിൽ അല്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. ആദ്യം ജോയിന്റ് പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് കോസ്റ്റ് കാണണം. എത്രയാണ് മക്കളെ ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് വരുന്നത്? ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് എത്രയാണ് വരുന്നത്? ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 776,200 ആണ് ടോട്ടൽ ജോയിന്റ് കോസ്റ്റ്. ഡിവൈഡഡ് ബൈ എത്രയാണ് മക്കളെ? ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ. എങ്ങനെയാ ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ കാണുക? ഇത് വെച്ചിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വെച്ചിട്ട് ചെയ്യണേ കേട്ടോ. എങ്ങനെയാ സെയിൽ വാല്യൂ കാണുക? 12,000 യൂണിറ്റ്സ്, എക്സിന്റെ ഡബ്ല്യൂന്റെ സാറ് കാണാം. 12,000 യൂണിറ്റ്സ് ഇൻറ്റു എത്രയാണ് മക്കളെ സെല്ലിംഗ് പ്രൈസ്? 10. അപ്പൊ എത്ര വരും? 1,20,000 വരും ഡബ്ല്യൂന്റെ സെയിൽ വാല്യൂ. ഇനി എക്സിന്റെ സെയിൽ വാല്യൂ കണ്ടാലോ സാറ്? എക്സ് എത്ര യൂണിറ്റ്സ് മക്കളെ പ്രൊഡക്ഷൻ ചെയ്തത്? 10,000 യൂണിറ്റ്സ് ആണ്. ഇൻറ്റു എത്രയാ മക്കളെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്? 12 ആണ്. അപ്പൊ എത്ര വരും ആൻസർ? 1,20,000. ഇത് ടോട്ടൽ കൂട്ടിയതല്ലേ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ. അപ്പൊ എത്രയാ മക്കളെ ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ വരിക? 2,40,000. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് 2,40,000 നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ജോയിന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് കോസ്റ്റിലോട്ട് ആഡ് ചെയ്യേണ്ട ഒരു ജോയിന്റ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കിട്ടും. എത്രയാണ്? 3.23417 ആണ് വരുന്നത്. ഓക്കെ ആണോ? ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ 3.23417 ആണ് വരുന്നത്. അപ്പൊ നമ്മളോട് എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? ക്ലോസിംഗ് ഇൻവെന്ററിയില് പ്രൊഡക്റ്റ് എക്സ് ലാസ്റ്റ് പീരീഡിൽ എത്രയാണ് ഉണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണും? ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് കാണും. ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് എങ്ങനെയാ മക്കളെ കാണുക? അതിന് സാർ ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ കിട്ടിയ ജോയിന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു എന്ത് ചെയ്യും നമ്മള്? യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ ചെയ്യും അല്ലെ. ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ നമുക്ക് ഇവിടെ ഏതിൻ്റെതാ മക്കളെ കാണേണ്ടത്? പ്രൊഡക്റ്റ് എക്സിൻ്റെതാണ് അല്ലെ. പ്രൊഡക്റ്റ് എക്സിന്റെ ഏതായിക്കോട്ടെ, ജോയിന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് കോസ്റ്റ് എല്ലാത്തിനും സെയിം ആണ്. എത്രയാണ്? 3.23417 ആണ്. ഇൻറ്റു ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ, അതായത് മക്കളെ പ്രൊഡക്റ്റ് എക്സിൻ്റെതാണ് കാണേണ്ടത്. അതിന്റെ സെയിൽ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, 1,20,000 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ പറഞ്ഞേ, എത്രയാണ് ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് എത്രയാ വരിക? ഒന്ന് പറഞ്ഞുതരുമോ? ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് എത്രയാ വരിക? 1,20,000 ഇൻറ്റു 3.23417 ചെയ്താല് 388,100 വരും. എത്ര വരും? ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് 388,100 വരും. ഓക്കെ ആണോ? ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കിട്ടി. അതായത് 10,000 യൂണിറ്റ്സിൻ്റെത് നമുക്ക് കിട്ടി. അതിൽ മക്കളെ നമുക്ക് ഇനി ക്ലോസിംഗ് ഇൻവെന്ററി കാണണം. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എത്ര യൂണിറ്റ്സേ നമുക്ക് സെല്ലായി പോയിട്ടുള്ളൂ? 8,000 യൂണിറ്റ്സ് സെല്ലായി പോയിട്ടുള്ളൂ. അപ്പൊ അവിടെ എത്ര മക്കളെ റിമൈനിങ് ഉണ്ട്? 2,000 യൂണിറ്റ്സ് റിമൈനിങ് ഉണ്ട് അല്ലെ. അതിന്റെ ക്ലോസിംഗ് ഇൻവെന്ററി വാല്യൂ കാണാം. അപ്പൊ മക്കളെ 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കാനായി വന്ന ജോയിന്റ് പ്രൊഡക്റ്റിൻ കോസ്റ്റ് ആണ്. 10,000 യൂണിറ്റ്സിന് വന്ന ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ് എത്ര? 388,100. അപ്പൊ മക്കളെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്രയാ കോസ്റ്റ് എന്ന് എങ്ങനെയാ കാണുക? ഡിവൈഡഡ് ബൈ 10,000 ചെയ്താൽ പോരെ? 10,000 യൂണിറ്റ്സ് ചെയ്താൽ പോരെ? അപ്പൊ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് കിട്ടുമോ നിങ്ങൾക്ക്? കിട്ടും അല്ലെ. എത്രയാണ് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ്? 38.81 കിട്ടും. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് കിട്ടി. നമുക്ക് എത്ര യൂണിറ്റ്സ് മക്കളെ ബാക്കിയുണ്ട്? 2,000. അതായത് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എത്ര മാത്രമേ എക്സ് സെയിൽ ആയി പോയിട്ടുള്ളൂ? 8,000. അപ്പൊ എത്ര യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് ഇൻവെന്ററി ഉള്ളത്? 2,000 യൂണിറ്റ്സ് ആണ്. 2,000 യൂണിറ്റ്സ് ഇൻറ്റു എത്രയാണ് മക്കളെ? പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? ഒരു ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 38.81
81 ആണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? 77620 കിട്ടും മക്കളെ. ഇതാണ് ആൻസർ. ഇവിടെ എഴുതി കൊടുക്കാം 77620. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. 249 എന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. 249 മക്കളെ ഒന്ന് നോക്കിക്കേ. 249 ഇൻ എ പ്രോസസ് ടു ജോയിൻ പ്രൊഡക്റ്റ് ജെയും കെയും ഉണ്ടാവുന്നുണ്ട്. ഒരു ജോയിൻ പ്രോസസ്, ഒരു പ്രോസസ്സിലൂടെ വരുന്ന പ്രൊഡക്ട്സ് ആണ്. ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ലാസ്റ്റ് മന്തിലത്തേത്. പ്രൊഡക്റ്റ് ജെ സെയിൽ 6000 യൂണിറ്റ്സ് ആണ്. ഓപ്പണിംഗ് ഇൻവെന്ററി 100 ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ആയപ്പോൾ 300 ആയി. കെ മക്കളെ എങ്ങനെയാ? 4000 സെയിൽ ഉണ്ട്. ഓപ്പണിംഗ് ഇൻവെന്ററി 400 ആയിരുന്നു. ക്ലോസിംഗ് ഇൻവെന്ററി ആയപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൽ എത്രയുണ്ട്? 200 ഉണ്ട്. നമുക്ക് എന്താ ചോദ്യം? ജോയിന്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ലാസ്റ്റ് മന്തിൽ എത്രയാണ് മക്കളെ? 1,10,000 ആണ്. ആൻഡ് ദീസ് വേർ അപ്പോർഷൻ ടു ജോയിന്റ് പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ. വാട്ട് വേർ ജോയിന്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് അപ്പോർഷൻ ടു പ്രൊഡക്റ്റ് ജെ ഫോർ ലാസ്റ്റ് മന്ത്? ലാസ്റ്റ് മന്തില് എത്രയായിരിക്കും, എത്ര ജോയിന്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കും ആർക്ക് അപ്പോർഷൻ ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എത്ര പ്രൊഡക്റ്റ് ജെക്ക് അപ്പോർഷൻ ചെയ്തത് എന്നറിയണം. അപ്പൊ നമുക്ക് അറിയില്ല എത്ര യൂണിറ്റ്സ് ആണ് എന്തുണ്ടാക്കിയത്, ജെയും കെയും ഒക്കെ ഉണ്ടാക്കിയത് എന്നറിയില്ല അല്ലെ. നമുക്ക് സെയിലും ഓപ്പണിംഗ് ഇൻവെന്ററി ക്ലോസിംഗ് ഇൻവെന്ററി തന്നിട്ടുള്ളൂ. അപ്പൊ മക്കളെ ഇവിടുന്ന് പ്രൊഡക്ഷൻ അറിയാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും പഠിച്ച ഇക്വേഷൻ ആണ്. F3 പ്രൊഡക്ഷൻ ഇങ്ങനെയാ കാണുക. സെയിലിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യും മക്കളെ? ഓപ്പണിംഗ് ഇൻവെന്ററി മൈനസ് ചെയ്യും. എന്ത് ആഡ് ചെയ്യും? ക്ലോസിംഗ് ഇൻവെന്ററി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ് ചോദിച്ചത്? ഓരോന്നിന്റെയും ജെന്റെയും കെന്റെയും നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. സാറ് ജെന്റെ കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ജെന്റെ സെയിൽ എത്രയാ മക്കളെ? 6000 യൂണിറ്റ്സ് ആണ്. മൈനസ് ഓപ്പണിംഗ് ഇൻവെന്ററി ജെ എത്ര ഉണ്ടായിരുന്നു? 100 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ഇൻവെന്ററി എത്ര ഉണ്ടായിരുന്നു? 300 യൂണിറ്റ്സ്. അങ്ങനെയെങ്കിൽ മക്കളെ ജെന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എത്രയാണ്? 6200. സാർ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇതാണ്. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എത്രയാണ്? 6200 ആണ്. ഇനി മക്കളെ നമുക്ക് കെന്റേത് കണ്ടാലോ. കെ എത്ര യൂണിറ്റ്സ് ആണ് സെയിൽ നടന്നത്? 4000 യൂണിറ്റ്സ് ആണ് സെയിൽ നടന്നത്. മൈനസ് എത്രയാണ് ഓപ്പണിംഗ് ഇൻവെന്ററി? 400 ആണ്. പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാണ്? 200 ആണ്. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഓഫ് കെ എന്ന് പറയുന്നത്? 3800 ആയിരിക്കും. അപ്പോൾ ഇത് ടോട്ടൽ രണ്ടും കൂടെ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 10,000 യൂണിറ്റ്സ് ഇല്ലേ? 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്റ്റ് ജെയും കെയും കൂടെ. ഓക്കെ ആണല്ലോ മക്കളെ. നമ്മളോട് എന്താ പറയുന്നത്? പ്രൊഡക്റ്റ് ജെയിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്ന ജോയിന്റ് കോസ്റ്റ് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ ജോയിന്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ലാസ്റ്റ് മന്തിൽ എത്രയാ വന്നത് മക്കളെ? 1,10,000 ആണ് വന്നത് അല്ലെ. 1,10,000 ആണ്. ഇൻറ്റു നമുക്ക് പ്രൊഡക്റ്റ് ജെയിലോട്ടാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. നമ്മളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോർഷൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ് മക്കളെ? യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ബേസിലാണ്. അങ്ങനെയെങ്കിൽ മക്കളെ ജെ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം ജെ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 6200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ മക്കളെ ജെയും കെയും എത്ര യൂണിറ്റ്സാ പ്രൊഡ്യൂസ് ചെയ്തത്? ജെയും കെയും കൂടെ എത്ര യൂണിറ്റ്സാ? 10,000 യൂണിറ്റ്സ് ആണ്. അങ്ങനെയെങ്കിൽ അപ്പോർഷൻ ആയോ? അതായത് മക്കളെ 10,000 യൂണിറ്റ്സിനുള്ള അപ്പോർച്ച്മെന്റ് കോസ്റ്റ് ആണ് എത്രയാന്ന് പറയുന്നത്? 1,10,000. അതിൽ നമുക്ക് എത്ര യൂണിറ്റ്സിന്റെ മാത്രം മതി? ജെ എത്ര യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ? 6200 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് മാത്രം കണ്ടാൽ മതി. അപ്പൊ എത്രയാടാ ആൻസർ വരുന്നത്? നിങ്ങൾക്ക് ചെയ്യുമ്പോൾ $68,200 വരും ആൻസർ. ഏതാ ഓപ്ഷൻ? ഡി ആണ് ആൻസർ. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. Shall will operate a continuous process producing 3 products and 1 byproduct. അതായത് 3 പ്രൊഡക്റ്റ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3 പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റും ഉണ്ട്. ഔട്ട്പുട്ട് നമുക്ക് ലാസ്റ്റ് മന്തിലത്തത് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് 1 സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. യൂണിറ്റ് ഔട്ട്പുട്ട് ഫ്രം പ്രോസസ്സിൽ എത്ര ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുണ്ട് നമുക്ക് 3 ഓക്കെ. വാട്ട് വാസ് ദ ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 2,77,000 ആണ്. വാട്ട് വാസ് ദ യൂണിറ്റ് കോസ്റ്റ് വാല്യൂഷൻ ഓഫ് പ്രൊഡക്റ്റ് 3? പ്രൊഡക്റ്റ് 3ന്റെ യൂണിറ്റ് കോസ്റ്റ് വാല്യൂഷൻ നമ്മൾ ചെയ്യണം യൂസിങ് സെയിൽ റവന്യൂ ബേസിസ്. നമ്മൾ പഠിച്ചതാണ് സെയിൽസ് വാല്യൂ ബേസിസ് അപ്പോർഷൻ ചെയ്യാൻ അല്ലെ. അത് അലോക്കേറ്റിംഗ് ജോയിന്റ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട്
ഇവിടെ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ദ റവന്യൂ റിസീവബിൾ ഫ്രം ദ ബൈ പ്രൊഡക്റ്റ് ഈസ് ഡിഡക്റ്റഡ്. അതായത് ബൈ പ്രൊഡക്റ്റ് വിട്ടിട്ട് നമുക്ക് കിട്ടുന്ന റവന്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് മൈനസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ജോയിന്റ് കോസ്റ്റ് എന്ന് ഡിഡക്റ്റഡ് ഫ്രം ദ ജോയിന്റ് കോസ്റ്റ് എന്ന് ഡിഡക്ട് ചെയ്തതിന് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അപ്പോഷൻ ചെയ്യാനായിട്ട്. അതായത് ബൈ പ്രൊഡക്റ്റ് വിട്ട് നിങ്ങൾക്ക് റിസീവബിൾ ആവുന്ന റവന്യൂ എവിടെ നിന്ന് മൈനസ് ചെയ്യണം, ജോയിന്റ് കോസ്റ്റ് നിന്ന് മൈനസ് ചെയ്യണം. അത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ബാക്കി പ്രൊഡക്റ്റ് 1, 2, 3 എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? ഇപ്പൊ സാറ് വലിയൊരു പ്രോബ്ലം ആയതുകൊണ്ട് വേറൊരു പേജും കൂടെ ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കിക്കേ മക്കളെ. നമുക്ക് സെയിൽസ് റവന്യൂ ബേസിസിലാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അല്ലെ. സെയിൽസ് റവന്യൂ ഓരോന്നിൻ്റെത് പറഞ്ഞു തന്നോളൂ മക്കളെ. സെയിൽസ് റവന്യൂ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് റവന്യൂ പ്രൊഡക്റ്റ് 1ന്റെ സെയിൽസ് റവന്യൂ എത്രയാണ് വരിക, 10,000 ഇൻറ്റു 10,000 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കിയത്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, $18. അപ്പൊ എത്ര വരും ടോട്ടല്, 18,000 വരും അല്ലെ. 1,80,000 വരും. പിന്നെ എത്രയാണ് പ്രൊഡക്റ്റ് 2ന്റെ സെയിൽ വാല്യൂ പറഞ്ഞേ, 20,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡക്റ്റ് 2 എന്ത് ചെയ്തിരിക്കുന്നത്, സെയിൽ ചെയ്തി 20,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത്. സെയിൽ വാല്യൂ എത്രയാണ്, 25 ആണ്. 20,000 ഇൻറ്റു $25. പിന്നെ പ്രൊഡക്റ്റ് 3 എത്ര യൂണിറ്റ്സ് മക്കളെ ഉണ്ടാക്കിയത്, 20,000 യൂണിറ്റ്സ് തന്നെയാണ്. ഇൻറ്റു എത്രയാണ് ടോട്ടൽ വരുന്ന സെല്ലിംഗ് പ്രൈസ്, $20. ഇത് മക്കളെ മൂന്നും നിങ്ങൾക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും, ഇവിടെ ഒരു ആൻസർ കിട്ടും. സാർ ടൈം പോവാണ്, നിങ്ങൾ ഫൈൻഡ് ചെയ്താൽ ഓക്കെ. ഇത് ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടും ടോട്ടൽ സെയിൽ വാല്യൂ. എത്രയാണ് ടോട്ടൽ സെയിൽ വാല്യൂ എന്ന് പറയുന്നത്, 108,000. ഇതാണ് ആൻസർ കിട്ടുക. ഓക്കെ, നമ്മൾ ഇവിടെ എന്ത് ചെയ്യില്ല, ബൈ പ്രൊഡക്റ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം കൺസിഡർ ചെയ്യേണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് നമുക്ക് ജോയിന്റ് കോസ്റ്റിനെ അപ്പോഷൻ ചെയ്യണം. നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ബൈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റിന്റെ വാല്യൂ നിങ്ങൾ റവന്യൂ എന്ത് ചെയ്തിരിക്കണം, മൈനസ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോയിന്റ് കോസ്റ്റ് എത്രയാണ് മക്കളെ, ജോയിന്റ് കോസ്റ്റ് എത്രയാണ് ടോട്ടൽ വന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 27700 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ബൈ പ്രൊഡക്റ്റിന്റെ വാല്യൂ മൈനസ് ചെയ്യണം. നമ്മൾ ബൈ പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്രയാണ് മക്കളെ, ബൈ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞേ, ബൈ പ്രൊഡക്റ്റ് മക്കളെ $2 ആണ് വരുന്നത്. എത്ര യൂണിറ്റ്സ് ബൈ പ്രൊഡക്റ്റ് ഉണ്ട്, 3,500 യൂണിറ്റ്സ് ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. ഇൻറ്റു അത് മൈനസ് ചെയ്യണം അതിന്റെ സെയിൽ വാല്യൂ $2 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും എടാ, എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത് കിട്ടും. എത്രയായിരിക്കും, 2,70,000 ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ത്, ജോയിന്റ് കോസ്റ്റ്. ഇനി നമുക്ക് അലോക്കേറ്റ് ചെയ്തൂടെ, നമുക്ക് ഏതിന്റെ വാല്യൂ കാണേണ്ടത്, പ്രൊഡക്റ്റ് 3ൻ്റെതാണ് കാണേണ്ടത് അല്ലെ. ഏത് ബേസിസിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, സെയിൽസ് വാല്യൂ ബേസിസിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ജോയിന്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം അല്ലെ. ഒന്നാമത്തെ സ്റ്റെപ്പ് അതല്ലേ നമ്മൾ പഠിച്ച, ജോയിന്റ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം, കോമൺ കോസ്റ്റ് എടുക്കും 2,70,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽ വാല്യൂ എടുക്കും അല്ലെ. ടോട്ടൽ സെയിൽ വാല്യൂ, ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ എടുക്കും. ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ എത്ര, മെത്തേഡ് ഞാൻ പഠിപ്പിച്ചെന്നതാട്ടോ, 1080000 അല്ലെ. അപ്പൊ നമുക്ക് ജോയിന്റ് കോസ്റ്റ് അപ്പോഷൻ ചെയ്യേണ്ടത് കിട്ടും അല്ലെ. എത്രയാണ് ഒന്ന് പറഞ്ഞുതരോ, 2,70,000 ഡിവൈഡഡ് ബൈ 10800. അപ്പൊ നിങ്ങൾക്ക് 0.25 ആണ് ഒരു അലോക്കേറ്റ് ചെയ്യേണ്ട, ഒരു സെയിൽ വാല്യൂയിലേക്ക് അലോക്കേറ്റ് ചെയ്യേണ്ട എന്ത്, ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 0.25 ആണ് ഒരു യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സെയിൽ വാല്യൂ ഡോളറിലേക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഏതാ കാണേണ്ടത്, പ്രൊഡക്റ്റ് 3ന്റെ ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ടോട്ടൽ കാണാൻ പറ്റുക, ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിന്റെ സെയിൽ വാല്യൂ ചെയ്യണം. നമുക്കറിയാം 0.25 ആണ് ജോയിന്റ് പ്രൊഡക്റ്റിന്റെ പെർ യൂണിറ്റിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇൻറ്റു അതിന്റെ സെയിൽ വാല്യൂ എത്രയാ, പ്രൊഡക്റ്റ് 3ന്റെ സെയിൽ വാല്യൂ എങ്ങനെയാ കാണുക, പ്രൊഡക്റ്റ് 3ന്റെ സെയിൽ വാല്യൂ 20,000 യൂണിറ്റ്സ് ആണ്, ഇൻറ്റു 20 ചെയ്യും. 20,000 യൂണിറ്റ്സ് ഇൻറ്റു എന്ത് ചെയ്യും, 20,000 യൂണിറ്റ്സ് ഇൻറ്റു $20 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ നിങ്ങൾക്ക് മക്കളെ ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ വരിക അറിയോ, ആൻസർ എത്രയാ വരിക എന്ന് വെച്ചാല് 20,000 ഇൻറ്റു 20 ഇൻറ്റു 0.25. അപ്പൊ നിങ്ങൾക്ക് ആൻസർ വരുന്നത് മക്കളെ 100,000 ആണ്. 100,000 ആണ് ടോട്ടൽ ജോയിന്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് കിട്ടിയത്. അങ്ങനെ മക്കളെ നമ്മളോട് എന്താ ചോദിച്ചത്,
ഒരു യൂണിറ്റിന്റെ കോസ്റ്റാ ചോദിച്ചത്. എത്ര യൂണിറ്റ്സാ മക്കളെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്? പ്രൊഡക്റ്റ് 3 എത്ര യൂണിറ്റ്സാ പ്രൊഡക്ഷൻ ചെയ്യുന്നത്? 20,000 യൂണിറ്റ്സ്. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം? ടോട്ടൽ 20,000 യൂണിറ്റ്സിനുള്ള കോസ്റ്റ് ആണ് മക്കളെ, ജോയിന്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? 100,000. അപ്പൊ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. $100,000 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡക്റ്റ് 3 ഉണ്ടാക്കുന്നത്? പ്രൊഡക്റ്റ് 3 ഉണ്ടാക്കുന്നത് 20,000 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് $5 ആണ്. ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ്.